നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അയിരൂരാണ്. അയിരൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുക്കൊച്ചി റെസിഡൻസിയാണ് നമ്മുടെ ഈ സൈഡിൽ കാണുന്നത്. അപ്പൊ ഇതിനടുത്തായിട്ടാണ് നമ്മുടെ സൈറ്റ് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം വെസൽ ഫിൽട്രേഷനും വാട്ടർ പ്യൂരിഫിക്കേഷനും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വെസൽ ഫിൽട്രേഷന്റെ വർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നതാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സൈറ്റ്. അപ്പൊ നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഓൾറെഡി ഒരു ഫൗണ്ടേഷൻ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. ഗ്രാവിറ്റി ലൈനിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൽ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് വെസൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വെല്ലിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. വെള്ളത്തിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു വഴിയാണ് നമുക്ക് വരേണ്ടത്. ഇതാണ് നമ്മുടെ മോട്ടർ ഷെഡ്. ഇതിന്റെ അപ്പുറമാണ് വെല്ലുള്ളത്. ഇവിടെ 2-3 കിണറുണ്ട്. അപ്പൊ മെയിനായിട്ട് ഇപ്പൊ അവർ ഉപയോഗിക്കുന്നത് ഈ ഒരു കിണറ്റിൽ നിന്നാണ്. ഈ ഒരു കിണറ്റിൽ നിന്നും അതുപോലെ തന്നെ അവിടെ ഉണ്ട് ഒരു കിണർ. അപ്പൊ ഈ 2 കിണറ്റിലെ വെള്ളമാണ് നമുക്ക് ശുദ്ധീകരിച്ചെടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു കിണറ്റിലെ വെള്ളത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ്, കലങ്ങി മറിഞ്ഞാൽ കിടക്കണത്. അപ്പോ ഒട്ടും പോയാൽ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ബൈ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബാക്ക് വാഷ് ചെയ്യണം. അപ്പൊ ബാക്ക് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഒരു ലൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിണറിൽ നിന്ന് വരുന്ന ലൈൻ, അതായത് മോട്ടറിന്റെ ഔട്ട്പുട്ട് വന്നതിലേക്ക് നമ്മൾക്ക് കണക്ട് ചെയ്യുന്നത് നമ്മളുടെ ഹോസ് വഴിയാണ് ഇവിടെ വന്ന് കണക്ട് ആവുന്നത്. ടെമ്പററി ആണ്, കാരണം ഇവിടെ ഇനി വേറെ കുറച്ച് വർക്ക് കൊണ്ട് നടക്കാനുണ്ട്. അപ്പൊ അത് പെർമനന്റ് കണക്ഷൻ പിന്നീട് അവർ എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ കൊടുത്തതിന് ശേഷം മോട്ടർ ഓൺ ആക്കി ടാങ്കിലേക്ക് നമുക്ക് ആദ്യം ഫില്ല് ചെയ്യണം. ടാങ്കിൽ നമ്മൾ സ്പ്രിംഗ്ലർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ആ ടാങ്കിൽ വെള്ളം നിറഞ്ഞതിന് ശേഷം നമുക്ക് വെസല് ബാക്ക് വാഷ് നന്നായിട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി എല്ലാം എടുത്ത് കാണിച്ചു തരാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ബാക്ക് വാഷ്. അപ്പൊ നമ്മുടെ ബാക്ക് വാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് വാഷ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മള് ടെറസിന്റെ മേലെ വന്നേക്കാണ്. നമ്മുടെ ടാങ്ക്, ഓവർ ഹെഡ് ടാങ്കിന്റെ അടുത്ത് വന്നേക്കാണ്. വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളിവിടെ സ്പ്രിംഗ്ലർ സിസ്റ്റം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വെള്ളം വീഴുന്നത് സ്പ്രേ രൂപത്തിൽ വീഴാൻ വേണ്ടിയിട്ട്. കാരണം ഓക്സിഡേഷന്റെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ അതൊന്ന് നോർമലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പലരും ചോദിക്കുന്നതാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് വല്ല കാര്യം ഉണ്ടോന്ന്. അപ്പൊ കാര്യമില്ലാതെ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്യില്ലല്ലോ. അപ്പോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടാൽ മനസ്സിലാവും നമ്മൾ ചെയ്തിരിക്കുന്ന കുഴൽക്കിണർ ശുദ്ധീകരണം, അതായത് ബോർവെല്ലിന്റെ നമ്മൾ വെള്ളം എടുത്തിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, വെസൽ ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ
നമ്മൾ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളിവിടെ സ്പ്രിംഗ്ലർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് കൂടി നോക്കാം, അതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്പ്രിംഗ്ലർ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. റെഡിമെയ്ഡ് സ്പ്രിംഗ്ലർ അല്ല, നമ്മൾ തന്നെ അത് റെഡിയാക്കി എടുത്തതാണ്. ഒരു പൈപ്പിൽ നിറയെ ഹോളുകൾ ഇട്ടിട്ട് സ്പ്രിംഗ്ലർ സിസ്റ്റം കൊടുത്തതാണ്. അപ്പൊ അത് നല്ല സെറ്റപ്പായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമുക്ക് ഈ ടാങ്കിന്റെ അടപ്പം നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുമ്പോൾ ഇതിന്റെ മേലെ നമ്മൾ നെറ്റ് കെട്ടും, ഓക്സിഡേഷൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ മേലെ നമ്മൾ നെറ്റ് കെട്ടി നമ്മളതിനെ ക്ലോസ് ചെയ്യും. അപ്പൊ അതാണ് അടുത്തത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു. നമ്മൾ മേലത്തെ വർക്കും തീർത്തിട്ടാണ് ഇറങ്ങി വന്നത്. നമ്മുടെ ബാക്ക് വാഷ് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ, നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഔട്ട്ലെറ്റ്, അതിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ നമുക്ക് എങ്ങനെയാണെന്ന് അതിന്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വെസൽ ഫിൽട്രേഷനിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ. അപ്പോ ഇത്രയും ക്ലിയർ ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് വെള്ളത്തിന്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിലൂടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ വരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം. അപ്പൊ അത് ദയവായി ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.